ചാല മുഅ്മിനീങ്ങൾക്ക് സ്വാബിരീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ നോമ്പുകാർക്ക് സ്വാഇമീൻ നോമ്പുകാർക്ക് അല്ലാഹു തആല കയ്യും കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്നു. യാ അല്ലാഹ്, എന്തിപ്പോൾ ഇവർ ചെയ്തത്? അബ്സ്റ്റിനൻസാണ്. നമ്മൾ ചെയ്യാതിരിക്കുക അവിടെ ചെയ്തത് അല്ലേ? ഭക്ഷണം കഴിക്കാതിരുന്നു, വെള്ളം കുടിക്കാതിരുന്നു, ഭക്ഷണം അവൈലബിളാണ്, ഹലാലായത് നമ്മൾ ചെയ്യാതിരുന്നപ്പോൾ ഹറാമ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രേരണ ഓട്ടോമാറ്റിക്കലി മുഅ്മിനീങ്ങൾക്ക് വരണം. അതാണ് അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണം നോമ്പുകാലത്ത് കഴിക്കണില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ ഹറാമിലേക്ക് പോവുക? അതുകൊണ്ട് ദുശ്ശീലങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല ട്രെയിനിങ് ഈ വിശുദ്ധ റമദാൻ സമയമാണ്. ദുശ്ശീലം നമ്മൾ പറയാറുണ്ടല്ലോ, സിസർ വലി മുതലോ പിന്നെ ഹുക്ക വലി മുതലോ അല്ലെങ്കിൽ പിന്നെ വൈപ്പിങ്ങോ എന്തോ ആകട്ടെ, വെറുതെ ഏതായാലും ഇപ്പോൾ ഇതൊക്കെ ഹലാലോ ഹറാമോ മസല വെച്ച് പിന്നാലെ നടക്കണേക്കാണ് പകരം ഒരൊറ്റ ചോദ്യം: നാളെ ഹസനാത്തും സയ്യിആത്തും അള്ളാഹു വേർതിരിക്കുമ്പോൾ ഇത് ഹസനാത്തിൻ്റെ ഭാഗത്ത് വരുമോ സയ്യിആത്തിൻ്റെ ഭാഗത്ത് വരുമോ? അതിന് ഉത്തരം കിട്ടുമല്ലോ. അതന്നെ അതിൻ്റെ മറുപടി. അല്ല ഇതിൽ കുഴപ്പമുണ്ടോ ഇല്ലേ, ഇതെന്താ മസല, കറാഹത്താണോ ഹറാമാണോ അതാണോ ഇതാണോ? അൽബിർ മുത്മഅന്നത്ത് ഇലൈഹി നഫ്സ്, ശരീരത്തിന് ഒരു വലിയ സമാധാനം ഉണ്ടാവും നന്മ ചെയ്യുമ്പോൾ. തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് വൈബറിങ് വരും, പെടക്കും നമ്മുടെ ഹൃദയം. വേണോ വേണ്ടത് ശരിയാണോ അല്ലേ? വൈ നഫ്താഖന്നാസു അഫ്തൗ, ജനങ്ങൾ ഇനി എത്ര കുഴപ്പമില്ലടോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഫത്വ തന്നാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ശരിയല്ലല്ലോ എന്ന തോന്നൽ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാ ദുശ്ശീലങ്ങളും നമുക്ക് അബാൻഡൻ ചെയ്യാൻ, അത് ഷൻ ചെയ്യാനുള്ള സമയമാണ് വിശുദ്ധമായ റമദാൻ. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അമലുകൾ വർദ്ധിപ്പിക്കണേ. അമലുകളിൽ ഒരുപാട് അമലുകൾ നമുക്ക് പറയാനുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഗിറാസുൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു സീക്രട്ട് വചനങ്ങളാണത്, ദിക്റാണത്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് തുഹ്ഫയായി സമ്മാനമായി മിഅ്റാജിൻ്റെ രാവിലെ കൊടുത്തയച്ച ദിക്റാണത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. കലിമതാൻ ഖഫീഫതാൻ അലൽ ലിസാൻ ഥഖീലതാൻ ഫിൽ മീസാൻ ഹബീബതാൻ ഇലർ റഹ്മാൻ. കാരുണ്യവാനായ അള്ളാഹുവിന് ഇത്രമേൽ ഇഷ്ടപ്പെട്ടത്, നാവിന് വളരെ എളുപ്പമുള്ളത്, അള്ളാഹുവിൻ്റെ മീസാനിൽ നാളെ കനം തൂങ്ങുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. സ്വബാഹ മസ, രാവിലെയും വൈകുന്നേരവും ധാരാളം വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ്. പിന്നെ 12 സുന്നത്ത് റക്അത്തുകൾ നിർബന്ധമായി നമ്മൾ ശീലിച്ചു പോരുന്ന ആളുകൾ നിലനിർത്തിയിട്ട് അതിൻ്റെ ഇബാദത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യണം? തുടങ്ങാത്തവർ തുടങ്ങുക. സുബഹിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പ് 4, ളുഹറിൻ്റെ ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2, 12 റക്അത്ത് സുന്നത്തുകൾ. മൻ സ്വല്ലാ ലില്ലാഹി 12 റക്അത്തൻ തതവ്വുഅൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 റക്അത്ത് നിസ്കരിക്കുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ വീട് പണിത് കൊടുക്കുന്നു. ഏതാണ് 12? റക്അത്താനി ഖബ്ലൽ ഫജ്ർ, സുബഹിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പ് 4, അപ്പോൾ എത്രയായി? 6 ആയി. പിന്നെ സുബഹിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പ് 4, ളുഹറിൻ്റെ ശേഷം 2, അപ്പോൾ എത്രയായി? 8 ആയില്ലേ? മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2, അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട് എന്നുണ്ട്. പക്ഷേ ഈ കൂലി കിട്ടണമെങ്കിൽ തങ്ങൾ പറഞ്ഞ ഈ 12 നിർബന്ധമായും പതിവാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഗൾഫിൽ എത്ര കാലം കഴിഞ്ഞിട്ട് അവർ വീടുണ്ടാക്കുക? എത്ര കൊല്ലം നിന്നിട്ട് അവർ 5 സെൻറ്റ് ഭൂമി വാങ്ങാൻ പറ്റുള്ളൂ? എത്ര കഷ്ടപ്പെടണം? അതന്നെ ചെയ്യുമ്പോൾ പിന്നെ മെയിൻ്റനൻസ് ആയിട്ടുണ്ടാവും, പിന്നെ വീണ്ടും അതിലേക്ക് ചിലവാക്കണം, എന്നിട്ടേ ദുന്യാവിലൊരു വീടാവുള്ളൂ. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ സമാധാനം ഉണ്ടാവില്ല, അയൽവക്കക്കാരൻ ശരിയുണ്ടാവില്ല, ഇപ്പുറത്ത് വഴി മുടക്കുന്ന ആളുണ്ടാവും, ഇപ്പുറത്ത് ഗീബത്തിൻ്റെ ആളുണ്ടാവും, തൊട്ടിപ്പുറത്ത് എന്തൊക്കെ ടെൻഷൻ. പക്ഷേ 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലൊരു ഭവനം തരുമെന്ന് പറയാം. ഇത്ര വലിയ ഓഫറൊക്കെ അല്ല വെച്ചിട്ട് അറിയാതെ പോയ നഷ്ടമല്ലേ? അറിഞ്ഞിട്ട് വേണ്ട നോക്കണല്ലോ, പോട്ടെ, അറിയാതെ പോവരുത്. അതുകൊണ്ട് ഈ റമദാൻ ഇൻഷാ അല്ലാഹ് നമുക്കതിന് തൗഫീക്ക് വേണം. അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമേ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറക്കുക. ആ ഭക്ഷണത്തിൻ്റെ 1/3 പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ഇനി ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ നമ്മുടെ വരുമാനത്തിൽ നിന്ന്, സംഖ്യയിൽ നിന്ന്, പൈസയിൽ നിന്ന് ഒരു 1/3 പാവപ്പെട്ടവർക്ക് കൊടുക്കുക. കാരണം ഒരു സഹാബത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ്, ഒരു സഹാബത്തിൽ നിന്നൊരു ശബ്ദം കേട്ടുകൊണ്ട് ഇസ്ഖ ഹദീഖത ഫുലാൻ, ഒരു മേഘത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒരു മനുഷ്യൻ കേൾക്കുകയാണ്. ആ മനുഷ്യന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മേഘമേ, നീ ആ മനുഷ്യൻ്റെ തോട്ടത്തിൽ പോയി പെയ്തു കൊടുക്കണമേ. മേഘത്തോട് അല്ലാഹു തആല പറയാം. അങ്ങനെ വസമ്മ ഫുലാൻ, ഒരു മനുഷ്യൻ്റെ പേരും പറയണത് കേട്ടു. ഇന്നാലിന്ന ആൾക്ക് പോയിട്ട് ഈ മഴ കൊടുക്കണമേ.
ആ മേഘത്തെയും അനുഗമിച്ച് ഈ മനുഷ്യൻ നടന്നു. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ മുൻഗാമികളിൽ നടന്നൊരു സംഭവം. സ്വഹീഹ് മുസ്ലിം എന്നവർ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീത്ത്. ആ മേഘം മഴ പെയ്തു, അരുവിയായി മഴ ഒഴുകുന്നുണ്ട്. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ അരികത്തേക്ക് ചെന്നു. അയാൾ നിങ്ങളെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ ആ കേട്ട അതേ പേര്. സുബ്ഹാനല്ലാഹ്, എനിക്ക് നിങ്ങളോടൊരു ബുഷ്റ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. പക്ഷേ നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം, എന്താണ് നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം? കാരണം നിങ്ങളുടെ പേര് പറയുന്നത് ഞാൻ കേട്ടു. ഇസ്ഖി ഹദീഖത ഫുലാൻ, ഇന്നാലിന്ന ആളിൻ്റെ തോട്ടത്തിൽ പോയി മേഘമേ നീ മഴ പെയ്തു കൊടുക്ക്. അപ്പോൾ നിങ്ങളുടെ പേരാണല്ലോ പറഞ്ഞത്, അതിന് മാത്രം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യുന്ന മറ്റൊന്നുമല്ല, എൻ്റെ ഈ കൃഷി, ഇതിൽ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഹാർവസ്റ്റായി കഴിഞ്ഞാൽ, അതിൽ നിന്ന് വിളവെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1/3 എനിക്കും എൻ്റെ മക്കൾക്കും ആവശ്യമായ പൈസയ്ക്ക് ഞാൻ ഉപയോഗിക്കും. പിന്നെ 1/3 ഈ കൃഷിയിലേക്ക് ഞാൻ റീഇൻവെസ്റ്റ് ചെയ്യും. ഏതൊരു ബിസിനസ്സും ചിന്തിക്കാവുന്നതാണ്. 1/3 ദാനമായി പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ആളാണ് ഞാൻ. ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നിങ്ങൾക്ക് അത്ര വലിയ മഹത്വം നൽകിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഒരു സുലുസ്, അതാണ് ഈ 1/3 എന്ന് പറഞ്ഞത്. പറ്റുമെങ്കിൽ ഇല്ലേ 4/1, ഇല്ലേ 5/1, ഇല്ലേ 100/1, എത്രയാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഒരു പോർഷൻ ഓഫ് സ്വതക്ക നിർബന്ധമായും റമദാനിൽ ശീലിക്കണം. റമദാനിൽ സ്വതക്ക ചെയ്യുക. എത്ര നമുക്ക് ചെറിയ ശമ്പളമാണ്, നമുക്ക് എന്തൊക്കെ കടബാധ്യതകൾ വിഷമങ്ങളൊക്കെ ഉണ്ടോ, 1 ദിർഹമെങ്കിലും എവിടേക്കെങ്കിലും ഒരു ചാരിറ്റി, നമ്മുടെ റെഡ് ക്രസൻറ്റ് സൊസൈറ്റി, ജംഇയ്യത്തുൽ ഖൈരിയ്യ, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കയ്യിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട സംഘടനകൾ, ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഒരുപാട് ചാരിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൊടുക്കാം. നമ്മുടെ MCC ചെയ്യുന്ന ഒരുപാട് ചാരിറ്റി, സുന്നി സെൻറ്ററിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും കൊടുക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിയ്യത്ത് ചെയ്യൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. കാരണം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, തങ്ങൾ ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു. വകാന അജ്വദ മാ യകൂനു ഫീ റമളാൻ ഹീന യതിഹി ജിബ്രീലു യുദാരിസുൽ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി തങ്ങളുടെ കൂടെ ഖുർആൻ ഓതുന്നൊരു പതിവുണ്ട്. ഓരോ വർഷവും അതുവരെ ഇറങ്ങിയ ആയത്തുകൾ, സൂറകൾ തങ്ങളോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പല ആവർത്തി ഓതും എല്ലാ റമളാനിലും. റമളാൻ ദൗറയുടെ സമയമാണ്. ഹാഫിദീങ്ങളായ ആളുകൾ മനസ്സിലാക്കണം, റമളാൻ ദൗറയുടെ സമയമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ തങ്ങൾ ചെയ്തിരുന്ന ദൗറയാണത്. ആ സമയം ഖുർആനുമായി നബി തങ്ങൾ ബന്ധപ്പെടുന്ന സമയം ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു. കരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റുപോലെ തങ്ങൾ ദാനം ചെയ്യുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ. സുബ്ഹാനല്ലാഹ്, പരിശ്രമിക്കുക മാക്സിമം. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ദാറുൽ ഹുദയുടെ ഒരു സഹസ്ഥാപനമുണ്ട്, പാണ്ടിക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദാറുൽ ഇർഫാൻ ഇസ്ലാമിക് അക്കാഡമി. നമ്മുടെ മഅ്മൂൻ ഹുദവി ഉസ്താദും ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഒരു കടബാധ്യതയിൽ ഓടുന്ന ഒരു സ്ഥാപനമാണ്. കടബാധ്യതയിലാണ്. അതായത് 9 ലക്ഷത്തോളം ഒരു മാസം ചിലവ് വന്നിട്ട് 4 ലക്ഷത്തോളം അവർക്കൊരു മാസം ബാധ്യതയിലാണ് ഓടുന്നത്. 270 സ്ഥാപനമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നിങ്ങൾക്ക് സ്വതക്കയും ദാനവുമായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിർബന്ധമായും അതിൻ്റെ ആ ഒരു സ്ഥാപനത്തെ നിങ്ങളുടെ മനസ്സിലേക്ക്, ചിന്തയിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ എൻ്റെ നാടിൻ്റെ അടുത്തുകൂടിയാണ് പാണ്ടിക്കാട് എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ദാറുൽ ഇർഫാൻ ഇസ്ലാമിക് അക്കാഡമി നമ്മുടെ ചിന്തയിലുണ്ട്. നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ, നമ്മുടെ നാട്ടിലെ മദ്രസകൾ, നമ്മുടെ ദർസുകൾ, നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ, ഇതിനൊക്കെ നമ്മുടെ ഒരു പങ്ക് വിശുദ്ധ റമളാനിൽ നിർബന്ധമായി നമ്മൾ മാറ്റിവെക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളോട് വന്ന് ചോദിക്കുക, നബി, അവർ യുദ്ധത്തിലാണ്, തങ്ങളോട് പറയുന്നു, നബിയെ, ഈ യുദ്ധത്തിൽ വെച്ച് എനിക്ക് ഷഹീദാവണം റസൂലേ, അതുകൊണ്ട് തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എനിക്ക് ദുആ ചെയ്യാൻ എനിക്ക് ഷഹീദാവണം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അള്ളാഹു നീ അവരെ രക്ഷപ്പെടുത്തണേ, അവർക്ക് ഗനീമത്ത് കൊടുക്കണേ. അപ്പോൾ നോക്കുമ്പോൾ ആ യുദ്ധത്തിൽ ഗനീമത്തും കിട്ടി, അവരാർക്കും ഒരു കുഴപ്പമില്ലാണ്ട് യുദ്ധം വിജയിക്കുകയും ചെയ്തു. അടുത്തൊരു യുദ്ധം ആസന്നമായി. എപ്പോഴും മഹാൻ പറഞ്ഞു, നബിയെ, ഷഹാദത്തിന് വേണ്ടി ദ്വാരക്ക് നബി, എനിക്ക് ഷഹീദാവണം എന്ന് പറഞ്ഞു. അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, സലാമത്തും കൊടുക്കണേ, ഗനീമത്തും കൊടുക്കണേ. അപ്പോഴും ഷഹീദായില്ല. 3ാമത്തെ തവണയും തങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. തങ്ങൾ അപ്പോഴും ദുആ ചെയ്തു, അള്ളാഹുവെ രക്ഷപ്പെടുത്ത്, അള്ളാഹുവെ ഗനീമത്ത് കൊടുക്കുക. അപ്പോൾ മഹാനവർ പറഞ്ഞു, നബിയെ, 3 തവണ ഷഹീദാവണമെന്ന് കൊതിച്ച് ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് വന്നു. അങ്ങ് ദുആ ചെയ്തത് ഷഹാദത്തിന് വേണ്ടിയല്ല, അങ്ങ് ദുആ ചെയ്തത് സലാമത്തിന് വേണ്ടിയാണ്, ഗനീമത്ത് കിട്ടാനും. അതുപോലെ സംഭവിച്ചു നബിയെ. എനിക്ക് എന്താണ് ദുല്ലനി അലാ ഖൈറിൻ, എനിക്കൊരു ഖൈർ പറഞ്ഞു തരും നബിയെ, ഞാൻ എന്താ ചെയ്യേണ്ടത്?
അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ അദ്ല ലഹ്. അപ്പോൾ പറഞ്ഞു കൊടുത്ത വാക്കാണ് നോമ്പ് നോറ്റേക്കണം കേട്ടോ, അതിന് പകരമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുന്നത് നമ്മുടെ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ബാത്റൂം പോകാനോ ആയിട്ട് വലിയൊരു സമയം നമുക്ക് പോകുന്നുണ്ട്. നേരെ മറിച്ച് ജീവിതത്തിൽ അങ്ങനെ ഒരു ഭക്ഷണക്രമം നമ്മൾ നിർബന്ധമായും ഒരു ഡിസിപ്ലിൻ പാലിച്ചാൽ നോമ്പ് വളരെ എളുപ്പമായിരിക്കും. 1/3 എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഭക്ഷണത്തിൻ്റെ, സുലുസുല്ലി തുആമിഹി വസുലുസുല്ലി ഷറാബിഹി വസുലുസുല്ലി നഫസി. ഇത് ജീവിതത്തിൽ പകർത്തുന്നൊരു മുഅ്മിനായ മനുഷ്യന് നോമ്പ് വളരെ സുഖമാണ്. വയറ് നിറച്ച് തിന്നുന്നുണ്ടോ കാര്യം പോക്കാണ്. നോമ്പ് എടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം ഓരോ നേരത്തും ഇങ്ങനെ വയറ് ഫുള്ളാക്കിയിട്ട് ശീലിച്ചതല്ലേ. നോമ്പിൽ എങ്ങനെയത് പറ്റൂലല്ലോ. അത്താഴം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോമ്പ് തുറക്കണവരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഭയങ്കര ഭാരം. പിന്നെ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങി നോമ്പ് തുറക്കാൻ നേരത്തിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അപ്പോൾ എണീക്കുന്നു. എണീക്കിട നേരെ ടേബിളിൻ്റെ മുകളിലേക്ക്, എന്നിട്ട് നമ്മളെ തോട്ടിക്കൽ പറഞ്ഞ മാതിരി ആ ഗേറ്റ് തുറന്ന മാതിരി തിന്ന് തന്നെ ഇങ്ങനെ നിന്ന് കഴിച്ചിട്ട് ഇതൊന്നും ഒരു ഫാസ്റ്റിംഗായി കൂട്ടുമെന്ന് അല്ലാഹു അലം. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് കുറക്കണം. ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് കുറച്ചാൽ ക്യാൻസറിന് മരുന്നാണെന്ന് ഇന്ന് US ഒരുപാട് ക്ലിനിക്കുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്ലിനിക്കുകൾ ചെയ്യുന്ന പരിപാടി ക്യാൻസർ ഹീലിംഗ് നടക്കാത്ത കേസുകളിൽ അവർ കൊടുക്കുന്ന അവരുടെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആണ്. രോഗികളെ 5 ദിവസം തുടർച്ചയായിട്ട് ഫാസ്റ്റ് ചെയ്യിക്കും എന്ന് പറഞ്ഞാൽ ഡേ നൈറ്റ് ഭക്ഷണം കൊടുക്കാതെ. അത്ര സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കങ്ങനെ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. നോമ്പ് മുറിക്കാനാണ് പറഞ്ഞത്. നോമ്പ് മുറിക്കുന്ന സമയത്ത് എന്തേ നോമ്പ് മുറിക്കുക. തസഹറു ഫഇന്ന ഫി സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബറക്കത്തുണ്ടെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഹെൽത്തി ഹാബിറ്റാണ്. പക്ഷേ നമ്മൾ ആ ഡോൺ ടു ഡസ്ക്, നമ്മൾ ഏർലി മോർണിംഗ് മുതൽ സൂര്യാസ്തമയം വരെ ചെയ്യുന്ന ഈ ഒരു ഡ്രൈ ഫാസ്റ്റിംഗ്. ചില ഫാസ്റ്റിംഗ് വാട്ടർ ഫാസ്റ്റിംഗ് ആണ്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും, വേറൊന്നും തിന്നാതെ വെള്ളം മാത്രം കുടിച്ചുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്, ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട്. പിന്നെ പല മതങ്ങൾക്കും പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. മാംസം കഴിക്കാതെ ഒരു പച്ചക്കറി തിന്നുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. നമ്മളത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഷുഡ് എൻറ്റർ യുവർ മൗത്ത്. അങ്ങനത്തെ ഒരു ഫാസ്റ്റിംഗ് ആണ്. അത് സ്വിമ്മിങ്ങിലൂടെ പോലും നമ്മുടെ ചെവിയിലേക്കോ മൂക്കിലേക്കോ ഡെലിബറേറ്റ്ലി വെള്ളം കയറുകയാണെങ്കിൽ നോമ്പ് ബാത്തിലാവും. അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ഫാസ്റ്റിംഗ് തങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, സൂമു തസ്ഹു, നിങ്ങൾ നോമ്പ് നോൽക്കണേ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. സൂമു തസ്ഹു, വളരെ മനോഹരമാണ്. ഫാസ്റ്റ് ആൻഡ് യു ഷാൽ ബി ഹെൽത്തി. നിങ്ങൾ നോമ്പെടുത്താൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. എത്ര വലിയ മഹത്വമുള്ള വാക്കാണ്. നമ്മൾ മലയാളികളായ ആളുകളെ സംബന്ധിച്ചുള്ള നമ്മളിങ്ങനെ രോഗികളായതും കൊളസ്ട്രോളും ഷുഗറും പ്രഷറൊക്കെ വന്നത് നമ്മുടെ ഭക്ഷണം കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നൊരു നാട്ടുകാർ നമ്മൾ ഇന്ത്യയിൽ വേറുണ്ടോയെന്നറിയില്ല. അല്ലേ, നമ്മൾ തന്നെയല്ലേ ഇത്ര കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഒരു നേരം കഴിക്കുന്ന ചോറ് അത് ഇട്ടിട്ട് രണ്ടാമത് ഹോട്ടലിലൊക്കെ രണ്ടാമത് കൊണ്ടുവരുന്നത് അത് ഫ്രീ കിട്ടുമെന്ന് നോക്കിയിട്ടാണ് കയറുക. രണ്ടാമത്തെ ചോറ് ഫ്രീ, ആദ്യത്തെ തന്നെ ഇഷ്ടം പോലെ കഴിക്കാൻ. എന്നിട്ട് രണ്ടാമത്തെ തട്ട് പിന്നെ ഹോട്ടലിലേക്കും ജീവിച്ചു പോകണ്ടേ. അവർ ചിലപ്പം എണീറ്റ് പോകാതെ തന്നെ കഴിക്കാൻ നിന്ന് അവർ കൂട്ടി പോകേണ്ടി വരില്ലേ. എത്ര ക്വാണ്ടിറ്റിയെ പഠിച്ചവനെ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഈ ദുശ്ശീലം നമ്മുടെ നാട്ടിലേക്ക് വന്നത് എന്നറിയില്ല. ആ ദുശ്ശീലം പിടിച്ചു നിർത്തേണ്ട സമയമായിട്ടുണ്ട്. അമിതമായിട്ട് കഴിക്കുക. 1/3 എന്ന് പറഞ്ഞാൽ എത്ര, ആകെ 2-3 ഉരുള കഴിച്ചാൽ നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 4 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം കഴിക്കാം. നോമ്പിനെ പറ്റിയല്ലട്ടോ പറയണത്. സാധാരണ ജീവിതത്തിലെ 4 hours ഇൻ്റർവെല്ലിൽ ഭക്ഷണം കഴിക്കാമെന്നാണ്. ചെറിയ സ്നാക്കുകൾ മതി. നമ്മളൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ TP മുഹമ്മദ് സാറ്, അറിയാം, നമ്മളെ ഇക്ര ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ TP മുഹമ്മദ്. കേട്ടിട്ടുണ്ട്? ആരെങ്കിലും അറിയോ? ഇക്ര ഡോക്ടറിലെ വളരെ കൈപ്പുണ്യുള്ള ഡോക്ടറാണ്. അദ്ദേഹം ഒരു ബർക്കത്തുള്ള മനുഷ്യനാണ്. കണ്യാല മൗല അവറുകളുടെ ശിഷ്യനും കൂടിയാണ്. വലിയ ത്വരീഖത്തുണ്ട്, ഭയങ്കര അദ്കാറുള്ള മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ അടുത്ത ബന്ധമാണ്. വലിയ ആത്മീയത കൊണ്ടു നടക്കുന്ന മനുഷ്യൻ. ഇപ്പം ഒരു ഇക്രയൊന്നും മാറുന്നുണ്ട്, ഇങ്ങോട്ട് അബുദാബിക്കോ അല്ലെങ്കിൽ വരാൻ നിൽക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഏതായിരുന്നാലും ഭയങ്കര ബിസി ഡോക്ടറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരു അനുഭവം കൂട്ടുകാരൻ പറയും, ഡോക്ടറിന് ഭയങ്കര വിശപ്പുണ്ട്, നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ഭയങ്കര വിശപ്പുണ്ട് എന്നിട്ട് ഒരു കട്ടൻ ചായയും ഒരു വടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വെച്ച് 4-5 പൊറോട്ട കഴിക്കാനല്ലേ നിർത്തണമെന്ന് വെച്ചിട്ട് വണ്ടി നിർത്തിയതാണ് ലോങ് പോകുന്ന സമയത്ത്. അപ്പോൾ ഡോക്ടർ അത്ര വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് കഴിച്ചത് ഒരു കട്ടൻ ചായ ഒരു വടിയും. അത്രേ വേണ്ടു, നമ്മുടെ ശരീരത്തിന് അത്രയേ വേണ്ടു. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു നമ്മുടെ ജീനുകൾ, നമ്മുടെ ശരീരത്തെ പടച്ചിട്ടുള്ളതെന്നാണ്. പക്ഷേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്വാണ്ടിറ്റിയിലാണ് പ്രശ്നം, അളവ് കൂടുതലാണ്. അമ്മായിമ്മമാരൊക്കെ പണ്ട് പുതിയ പിള്ളേർക്ക് ഇട്ടെടുത്തിട്ടേ രാവിലെ പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ മുട്ടമാല, അത് ഇത് മട്ടന് ചിക്കന് എല്ലാം
കൊടുത്ത് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് കൊളസ്ട്രോൾ വന്ന് അറ്റാക്കായി പോവുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. എത്ര വലിയ അപകടമാണ് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ ഭക്ഷണം കൊടുത്താൽ അതിലൊരു മാന്യത ഉണ്ടെന്നും അതാണ് വേണ്ടത് എന്നും നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ എന്താ പറയുക, എനിക്ക് ഭക്ഷണം തരാതെ പട്ടിണി കിട്ടുമെന്ന് പറയും. ചിലപ്പോൾ ഈ വിവരമില്ലാത്ത മനുഷ്യനാണ് കൊടുക്കണതെങ്കിൽ അവൻ കച്ചറുണ്ടാക്കിയ പെണ്ണ് തൊലാക്കലി പോയേക്കും. അപ്പോൾ ആദ്യം മനസ്സിലാക്കി കൊടുക്കുക, ഇത്രയേ വേണ്ടൂ, വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കേണ്ടതുള്ളൂ. ആ ഭക്ഷണ രീതി പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ച നമ്മുടെ നിസ്കാരത്തിൻ്റെ സമയങ്ങളുമായി അങ്ങ് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ഫജ്ർ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ളുഹറിനോട് കൂടെ ഒരു ലഞ്ച്, ഒരു സ്നാക്ക്, മഗ്രിബോട് കൂടെ നമ്മുടെ ഡിന്നർ, ഖലാസ്. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമില്ല. പിന്നെ നേരം വെളുക്കുന്നവരെ ഫാസ്റ്റിംഗ് ആണ്. വെള്ളം കുടിക്കാം, എന്തെങ്കിലും ലൈറ്റായിട്ട് കനമില്ലാത്ത എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കനം കുറഞ്ഞ ഫ്രൂട്ട്സോ അങ്ങനെ കഴിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയി. നമ്മുടെ രാവിലെ ആകുമ്പോൾ എന്തൊരു സുഖമായിരിക്കും എഴുന്നേൽക്കാന്നറിയോ. ഈ ഭക്ഷണവും കഴിച്ച് വീർപ്പ് മുട്ടി ഏമ്പക്കെട്ടിട്ട് വയറ് നിറച്ചിട്ട് എന്ന് പറഞ്ഞു പോയി കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിന് രാവിലെ എഴുന്നേൽക്കാനും കഴിയില്ല, എഴുന്നേറ്റ് അവന് ബോധം ഉണ്ടാവില്ല. അവൻ്റെ വയറും അവൻ്റെ ടോയ്ലറ്റും ഒക്കെ പ്രശ്നമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മഗ്രിബോട് കൂടെ നമ്മുടെ ഭക്ഷണം നിർത്തുക. നോമ്പുണ്ടെങ്കിൽ മഗ്രിബിൻ്റെ ഉടനെ നോമ്പ് തുറക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഫുഡ് കഴിക്കുന്നത്, പിന്നെ മുത്താഴം വേണ്ട, അതൊക്കെ സ്കിപ്പ് ചെയ്യുക അല്ലേ. മുത്താഴം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ഇതിൻ്റെ അടിയിൽ. കണ്ണൂർക്കാർക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. അതൊക്കെ നിർത്താം അല്ലേ ഇബ്രാഹിം? അതൊക്കെ നിർത്തി എത്ര ചിലവ് പറയുന്ന ആ ഒരു നോമ്പ് തുറന്ന് പിന്നെ അടുത്ത എൻഡ് നമുക്ക് നോമ്പ് അത്താഴമാണ്. വളരെ മിനിമം ഫുഡ്, ലോ ബേണിങ് പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, മധുരം കഴിക്കാതിരിക്കുക, സാവധാനം ബേൺ ചെയ്യുന്ന പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്. ചോറ് കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയോ അപ്പോ ഒക്കെ കഴിക്കാം, പക്ഷേ മിനിമം 1/3 വയറിൻ്റെ 1/3 നിർത്തുക എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ആരോഗ്യം ഉണ്ടാവും. അത് നമ്മൾ ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ലേ? നമ്മുടെ നോമ്പല്ലേ അത്. ശരിക്കും പറഞ്ഞാൽ സാധാ ദിവസങ്ങളിൽ പോലും ഇത്രയേ വേണ്ടൂ. 1/3. ഹസ്ബുബ്നു ആദമ ലുഖൈമാത്തുൻ യുഖിംന സുൽബഹു. നട്ടെല്ല് നിവർത്തി നിർത്താൻ ഏതാനും ഉരുള ഭക്ഷണം മതി ഒരു ആദമിൻ്റെ മകന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഏതാനും ഉരുള എന്ന് പറഞ്ഞ ഒരു 3 ഉരുള 4 ഉരുളക്കേ ഉണ്ടാവുള്ളൂ. ഉരുള ചെറിയ ഉരുള കേട്ടോ, ആനക്ക് കൊടുക്കണ ഉരുളല്ലേ, ചെറിയ ഉരുള. വഇൻകാന ലാ ബുദ്ദ ഫാഇലൻ. ഇനി അത് എനിക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ സുലുസുൻ ലിത്ആമിഹി. അപ്പോഴാണ് പറഞ്ഞത് വയറിൻ്റെ 1/3 ഭക്ഷണം കഴിച്ചോളൂ, പിന്നെ 1/3 വെള്ളം കുടിക്കുക, പിന്നെ 1/3 ഒഴിവാക്കിയിട്ടില്ല. അവിടെ ഒന്നും കഴിക്കേണ്ട, അത് എയറിനാണ്. കാരണം ഒരു ബ്ലാഡർ നിറച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധനം, നമ്മുടെ വയറെന്ന് പറയുന്നൊരു ബ്ലാഡർ വളരെ ചെറിയ സാധനം, നമ്മുടെ മുഷ്ടി പിടിക്കുന്ന അത്രയും നമ്മുടെ വയറിന് അത്രേ വലുപ്പമുള്ളൂ. അത് പിന്നെ എക്സ്പാൻഡ് ആവുകയാണ്. അപ്പോൾ ഇതിൽ നിറച്ച് വെച്ചാൽ ഈ സാധനം എങ്ങനെയാണ് കുഴക്കുക? സിമെൻറ്റ് കുഴക്കണ മെഷീൻ കണ്ടിട്ടില്ല നാട്ടിൽ? അതിൽ നിറയെ ഇട്ട് കൊടുത്താൽ അത് എങ്ങനെ കുഴക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിറയെ മണലും മെറ്റലും സിമെൻറ്റ് ഇട്ടിട്ടാണ് നിറച്ചിട്ട് അതിന് വായ തുറക്കാൻ സ്ഥലമില്ലാത്ത വിധം അടച്ചു വെച്ചാൽ അത് കുഴയോ? ഇതല്ലേ നമ്മുടെ വയറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാം 1/3 ഒഴിവാക്കിയിടിൻ. 1/3 എയറാണ്, 1/3 വെള്ളമാണ്, ലിക്വിഡ്സ്, ഫ്ലൂയിഡ്സ്, പിന്നെ 1/3 സോളിഡ്സ്. ഇത്രയേ വേണ്ടൂ. ഇത്ര നല്ല ഒരു ആരോഗ്യക്രമം ഉണ്ടായതിൻ്റെ പേരിലാണ് റോമക്കാരായ ഡോക്ടർമാർ മദീനയിൽ വന്ന് അത്ഭുതപ്പെട്ടത്. തങ്ങളോട് ചോദിക്കുകയാണ്, മദീനക്കാരിൽ രോഗികൾ കുറവാണല്ലോ നബി, എന്താണ് ഇതിൻ്റെ സീക്രട്ട്? അപ്പോഴാണ് നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂഅ വഇദാ അകൽനാ മാ ശബിഅനാ. We are a community, a society who would not eat until we feel hungry. ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ തിന്നുള്ളൂ. And when we eat, we don't eat to our full. ഞങ്ങൾ വയറ് നിറച്ച് തിന്നൂല്ല. വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ. ഇപ്പം നമ്മളെന്താ പറയുക, ദിവസമൊക്കെ 4 കല്യാണത്തൊക്കെ അറ്റൻഡ് ചെയ്യുന്ന മഹാന്മാരുണ്ട് നാട്ടിൽ. 4 പോയി ഭക്ഷണം കഴിക്കും. അറ്റൻഡ് ചെയ്യണമല്ല വിഷയം, ആ 4 സ്ഥലത്തും കയറി ഭക്ഷണം കഴിക്കും ചെയ്യും. അപ്പം പറയും, ഞാൻ ഇവിടുന്ന് പിന്നെ ബാക്കി അവിടുന്ന് കഴിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് വിശന്നിട്ടല്ലേ കഴിക്കണത്. എന്തൊരു ഡേഞ്ചറാണ് പഠിച്ചവനെ, എന്തൊരു ഡേഞ്ചറാണ്. 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ മെസ്സേജ് തരും, നിൻ്റെ വിശപ്പ് മാറിയിട്ടുണ്ട്. ആ 20 മിനിറ്റ് മുഴുവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് മെസ്സേജ് വരാൻ ലേറ്റായി പോകും. അപ്പോഴേക്കും നമ്മൾ തളർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് പുണ്യ നബി തങ്ങൾ എല്ലാറ്റിലും മാതൃകയാണ്, എല്ലാറ്റിലും മാതൃക. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തറക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ ഇല്ലാ ദല്ലനാ അലൈഹി. ഒരു ഖൈറു നബി തങ്ങൾ നമുക്ക് പറയാതെ പോയിട്ടില്ല, ഒരു ഷർറു നബി തങ്ങൾ നമ്മൾ താക്കീത് തരാതെയും പോയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യുഅല്ലിമുനാ ഹത്തൽ ഖറാഅ. ഖറാഅത്ത് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പോലെ എങ്ങനെയാണെന്ന് സ്വഹാബിമാർ പറയാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റസൂൽ അതുപോലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അങ്ങനത്തെ നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞാൽ വല്ല പ്രയാസം ഉണ്ടാവോ? അങ്ങനെ ശീലിച്ച ഒരു മനുഷ്യന് നോമ്പെടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്ത് നമ്മുടെ മക്കളൊക്കെ ദയവച്ച് നമ്മൾ സൂചിപ്പിച്ചതാണ്,
വളരെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കില്ലേ. എൻ്റെ കുട്ടി വയറ് നിറച്ച് മുട്ടട്ടെ എന്ന് പറഞ്ഞ് ആ ലാസ്റ്റ് 2 ഉരുളയും കൂടി ആ കുട്ടി പിന്നെ ഛർദ്ദിക്കും. ആ കുട്ടി പിന്നെ തളർന്ന് ആ കുട്ടിയുടെ വയറൊക്കെ വീർത്ത്. അപ്പോൾ ഉമ്മക്ക് സമാധാനം, ആ കുട്ടിയുടെ വയറ് ഒരിക്കലും വയറ് വീർക്കാൻ നിൽക്കരുത്. വളരെ കുറഞ്ഞ അത് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോളൂ. കുട്ടിക്ക് 3 മണിക്കൂറോ കഴിയുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊടുത്തോളൂ. പക്ഷേ ഒറ്റയടിക്ക് ഒരു പ്ലേറ്റ് കുട്ടീൻ്റെ വയറ്റിലാക്കി കൊടുക്കുക. അപ്പോൾ ഉമ്മ പറഞ്ഞ കുട്ടി ഭക്ഷണം കഴിച്ചു നല്ല അൽഹംദുലില്ലാ. ആ കുട്ടിയുടെ ശരീരങ്ങൾ തളർത്തുകയാണ്, ആ കുട്ടീനെ കേടുവരുത്തുകയാണ്, ആ കുട്ടിയുടെ മെറ്റബോളിസം എല്ലാം തകരുകയാണ്, ആ കുട്ടിയുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഡാമേജ് വരികയാണ്, ആ കുട്ടിക്ക് ക്ഷീണമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഇമാം ഖസാലി തങ്ങൾ പറഞ്ഞ ഒരു സംഭവം നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഒരിക്കലും കുറേ തിന്നുന്ന മക്കളെ നോക്കി ആ കുട്ടിനെ പോലെ ആവണമെന്ന് ഒരു ഉമ്മയും പറയരുതേ. മിനിമം ഭക്ഷണം കഴിക്കുന്ന കുട്ടിയെ നോക്കിയിട്ട് നീ അങ്ങനെയാണ് ആവേണ്ടതെന്ന മുസ്ലിമീങ്ങളായ ഉമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടത്. യാ അല്ലാഹ്, ഇങ്ങനെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ ആകെ ഡോക്ടർമാരുടെ എൻ്റെ കുട്ടി തിന്നണില്ല എന്നേ പറയുള്ളൂ. എൻ്റെ കുട്ടി തിന്നണില്ല. കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ കുട്ടി കഴിക്കൂലേ? കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ കുട്ടി കഴിച്ചിരിക്കും. വിശക്കുന്നതെന്ന് പറഞ്ഞ് എന്തെങ്കിലും സിഗ്നൽ അവർ തന്നിരിക്കും. അവർക്ക് വിശക്കാതിരിക്കാൻ എന്തെങ്കിലും അവർ ഇൻടേക്ക് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ഷുഗറോ മറ്റു കാര്യങ്ങൾ അവരുടെ ബോഡിയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ വിശക്കുന്നവരെ കാത്തിരിക്കുക. ഗസാലി ഇമാം പറയാൻ, ഒരു ഉമ്മയും വയറ് നിറച്ച് തിന്നുന്ന നെഹ്മാൻ അറബിയിൽ പറയാം, ഒരു നെഹ്മാനായ കുട്ടിയെ കാണിച്ചിട്ട് ഇവനെപ്പോലെ ആവണമെന്ന് ഒരിക്കലും പറയരുതേ. വളരെ മിനിമം ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന കുട്ടി അങ്ങനെയാണ് നീ ആവേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ എന്ന്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റല്ലേ നമ്മൾ ചെയ്യൽ? നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നത് ചെയ്യരുത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരം അള്ളാഹു തന്ന അമാനത്താണ്. ഈ അമാനത്ത് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നവരെ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുപോകണം, നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതുകൊണ്ട് നോമ്പ് തസ്ഹു, നിങ്ങൾക്ക് സുഹത്തുണ്ടാകും, ആരോഗ്യമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്ത് നൽകട്ടെ. അതിൻ്റെ തമാമാണ് ഷവ്വാലിൻ്റെ സിത്തം മിൻ ഷവ്വാൽ. മൻ സ്വമ റമളാന വ അത്ബഅഹ സിത്തം മിൻ ഷവ്വാൽ കാന കസിയാമി ദഹർ. കാലം മുഴുവൻ നോമ്പെടുത്ത കൂലി കിട്ടും. സിത്തം മിൻ ഷവ്വാൽ 30, ഓരോ 30നെയും എന്ത് ചെയ്യുക? 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 300 നോമ്പായി. 6നെ 10 കൊണ്ട് ഗുണിക്കുക, 360 അപ്പോൾ 60 മാസപ്രകാരം 355 ദിവസം ഉണ്ടാവുള്ളൂ. 360 ദിവസത്തെ നോമ്പ് കിട്ടും. അതാണ് ഖാനക സുയാമി ദഹർ. 30 റമളാനും പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ 6 ഏറ്റവും ശ്രേഷ്ഠമായത് ആ ഷവ്വാലിൻ്റെ ആദ്യ ഭാഗത്ത് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് മുതലുള്ള 6 നോമ്പുകളാണ്. അത് കഴിഞ്ഞ് അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് സാധിക്കുന്ന ഒരു 6 ദിവസം ഷവ്വാലിൽ നിന്ന് നോമ്പെടുക്കുക. അങ്ങനെ 36 നോമ്പ് നമുക്ക് കിട്ടുന്നു. ആ 36 കാനക സുയാമി ദഹർ, കാലം മുഴുവൻ നോമ്പെടുത്തതിൻ്റെ കൂലിയാണ്. ഫിത്ർ സക്കാത്തിൻ്റെ കാര്യം മറക്കരുത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് ഓർമ്മിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ നമുക്ക് ശരിക്കും ഇബാദത്ത് കൊണ്ട് സജീവമായി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ ശുദ്ധിയായി അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ മഅരിഫത്ത് അള്ളാഹു നമ്മുടെ ഖൽബിൽ തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദ് കുഞ്ഞി നിങ്ങളുപ്പാൻ്റെ നമ്മുടെ മുഹമ്മദ് കുഞ്ഞിയുടെ ഉപ്പാൻ്റെ ആണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപ്പാക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ, അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ. വല്ലാത്തൊരു മനുഷ്യനാണ്. എനിക്ക് വളരെ കുറഞ്ഞ കാലം അദ്ദേഹത്തെ പരിചയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്നൊരു 3 കൊല്ലോ ഒക്കെ അല്ലേ മോഞ്ഞ്? നിങ്ങളുപ്പാനെ പരിചയപ്പെട്ടൊരു 3 കൊല്ലോ 4 കൊല്ലമൊക്കെ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അവരുടെ ഉമ്മയും ഉപ്പയൊക്കെ. അള്ളാഹു 2 പേർക്കും മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ദാറുൽ ഇർഫാൻ ഇസ്ലാമിക് അക്കാഡമിയുടെ ഒരു ചെറിയ കൂപ്പണ്, അതിൻ്റെ ഒരു ചെറിയൊരു സ്ലിപ്പ് നിങ്ങളുടെ കൈകളിലേക്ക് നൽകുന്നുണ്ട്. പറ്റുന്നവർ കുട്ടികളുടെ ചെലവിലേക്ക് കഴിയാവുന്ന സംഖ്യ ഏറ്റെടുക്കണം. അത് നിങ്ങളാൽ കഴിയുന്നത് ഇൻഷാ അല്ലാഹ് സ്ലിപ്പ് തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് ഏറ്റെടുത്ത് നിങ്ങൾ കഴിയുന്നത് സഹായിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കിണറുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരന്മാർ, പിന്നെ ഫിലിപ്പീൻസിൽ നടക്കം ഇവിടെ സെൻറ്ററിലേക്ക് വാട്സപ്പിലുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന്. മാഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു മെസ്സേജ് ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 എന്നുള്ളത് നമ്മൾ എത്ര കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ 50 നമ്മുടെ ടാർഗറ്റാണ്. അത് 500 കിണറാക്കാൻ പറ്റിയ അൽഹംദുലില്ലാഹ് നമ്മളത് ചെയ്യണം. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സമയം നാട്ടിൽ വെള്ളത്തിൻ്റെ ക്ഷാമം വരാനുള്ള സമയമായി. ഏകദേശം ഡ്രൈനസ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നിർബന്ധമായും നമുക്ക് ആ ഒരു പദ്ധതി വിജയിപ്പിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിചയങ്ങളിലോ ജോലിസ്ഥലത്തോ ഒക്കെ ഉള്ള ആളുകളുമായിട്ടൊക്കെ ഈ വിഷയം പങ്കുവെക്കുക. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ജാരിയായ സ്വതക്കയാണത്. ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കുക. അതൊരു തൗഫീഖാണ്. 5000 ദിർഹമാണ് അതിന് നമ്മൾ കണക്കാക്കിയത്. നമ്മുടെ സെൻറ്ററുമായി, നമ്മൾ നേരത്തെ പറഞ്ഞ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുന്ന ആ നമ്പർ ഒന്നുകൂടെ, ആ ഒരു 052 വാട്സപ്പ് ഉണ്ട്.
അതെല്ലാം വാട്സപ്പ് ഉണ്ട് അല്ലേ? ആ നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാണ്, 00971 UAE കോഡ്. അത് കഴിഞ്ഞാൽ പിന്നെ 26424488. 00971 കഴിഞ്ഞാൽ 26424488. ഒന്നുകൂടി പറയട്ടെ, 00971 26424488. നമ്മുടെ സെൻറ്ററിൻ്റെ വാട്സപ്പാണ്. അപ്പോൾ അതിൽ തന്നെ ഡയറക്റ്റ് ബന്ധപ്പെട്ട് എന്താ വേണ്ട കാര്യങ്ങൾ വെച്ചാൽ, എങ്ങനെ അതിൻ്റെ ഫണ്ട് എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്യുക. നമ്മുടെ ഇതിലേക്ക് ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു കിണർ ഏറ്റെടുത്ത് നമ്മുടെ ഷാനവാസ് എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരൻ, അതെ ഷാനവാസ്ക്ക് പോയോ? ഇവിടെ ഉണ്ടോ? പോയി കാണും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, വാഹിദ് ഖാൻ എന്ന് പറയും.